السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഹറമിൽ വെച്ച് കൊല്ലണ്ട എന്ന് അവർക്കും വിശ്വാസമുണ്ട്. ഹറമിൽ വെച്ച് കൊന്നുകൂടെ, രക്തം ചിന്തിക്കൂടാ എന്ന് അവരും വിശ്വസിക്കുന്നുണ്ട്. കൊലയാളിയായ മനുഷ്യൻ ഹറമിലേക്ക് വന്ന് അഭയം ചോദിച്ചാൽ അറേബ്യൻ മുശ്രിക്കുകൾ പോലും അയാളെ കൊല്ലാറുണ്ടായിരുന്നില്ല. ഹറമിൽ നിന്ന് പുറത്തെത്തിച്ചിട്ടേ കൊല്ലാറുള്ളൂ. അത് ഹറമിന്റെ പവിത്രതയാണ് കേട്ടോ. മുശ്രിക്കുകൾ പോലും ആദരിച്ച സ്ഥലമാണ് എവിടെ? ഹറം. ഹറമിൽ വെച്ചൊരു പാപം ചെയ്താൽ മറ്റിടത്ത് വെച്ച് ചെയ്യും പോലെയല്ല. ഹറമിൽ വെച്ച് ചെയ്യുന്ന പാപങ്ങൾ അല്ലാഹു വളരെയേറെ ഗൗരവത്തോടെ താക്കീത് നൽകിയിട്ടുള്ള കാര്യമാകുന്നു. ആരെങ്കിലും അവിടെ അരുതാത്ത കാര്യങ്ങൾ ഉദ്ദേശിച്ചു പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വേദനാജനകമായ ശിക്ഷ നാം അവനെ ആസ്വദിപ്പിക്കുമെന്ന് അല്ലാഹു മുന്നറിയിപ്പ് നൽകിയ പ്രത്യേകം പവിത്രമായ സ്ഥലമാണ് ഹറം. മക്കയിലും ഹറമുണ്ട്, മദീനയിലും ഹറമുണ്ട്. മക്ക ഹറമിന്റെ പവിത്രത പ്രഖ്യാപിച്ചത് അല്ലാഹു ഇബ്രാഹിം അലൈഹിസ്സലാമിലൂടെയാണെങ്കിൽ മദീന ഹറമിന്റെ പ്രത്യേകത പ്രഖ്യാപിക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുനാവിലൂടെയാകുന്നു. രണ്ടും ഹറമാണ്, രണ്ടും ഹറമാണ്. രണ്ടിടത്തും പ്രത്യേക നിയമങ്ങളുണ്ട്, പ്രത്യേകം ആദരവുകളുണ്ട്. ഇന്ന് ആളുകൾക്ക് ഹറമ് പോയാലും ആളുകൾ തെറ്റ് ചെയ്യും. ഹറമിൽ വെച്ച് ചെയ്യുന്നത് എത്രത്തോളം അപകടകരമാണ്. അതേ, നമ്മൾ ഹജ്ജിനോ ഉംറക്കോ ഒക്കെ പോയാൽ ആദ്യമായി ചെല്ലുന്നവർക്ക് ഹറമിനോട് വലിയ ബഹുമാനമുണ്ട്, പവിത്രതയുണ്ട്, ആദരവുണ്ട്. പലരും സൂക്ഷിക്കും. പക്ഷേ നിങ്ങൾ അവിടത്തുകാരോടൊന്ന് ചോദിച്ചു നോക്കൂ. അതേ, അവിടെ തന്നെ ജോലി ചെയ്യുന്ന, അവിടെ തന്നെ താമസിക്കുന്ന, അവിടെ തന്നെ കൊല്ലങ്ങളോളമായി താമസിക്കുന്ന മലയാളി സുഹൃത്തുക്കളോട് വരെ ചോദിച്ചു നോക്ക്. അവർക്ക് ഹറമിനോട് നമ്മുടെ മനസ്സിലുള്ള ബഹുമാനമുണ്ടോ? എപ്പോഴെങ്കിലും പോകുന്ന നമുക്കുള്ള ബഹുമാനം അവർക്കുണ്ടോ? സ്വാഭാവികമായിട്ട് നമ്മളാ സ്ഥാനത്തായ നമുക്കും അങ്ങനെ വരും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ജമാഅത്തിന് പോകൂല, ജമാഅത്തിന് പോകൂല. സിനിമ കാണും അവന്റെ റൂമിലിരുന്നിട്ട്. അതേ, പുകവലി നിൽക്കും. ഹറമിന്റെ ഉള്ളിൽ വെച്ചവൻ പുകവലിക്കും. പെണ്ണിനെ നോക്കും. ഹറമിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് പെണ്ണുങ്ങളോട് വാഗ്ദത്തം ചെയ്യും. വ്യഭിചാരത്തിന് വരെ അവസരങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ മോശമായ കാര്യങ്ങൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ഹറമിൽ. അല്ലാഹു എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതേ അവസരത്തിൽ ഞാൻ ഇത് സൂചിപ്പിച്ചത്, മുശ്രിക്കുകളായ കാഫിറുകളായ ആളുകൾ പോലും ഹറമിന് പവിത്രത കാണിച്ചിരുന്നു, കൽപ്പിച്ചിരുന്നു. ഇതിന് തെളിവാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ശിക്ഷ നടപ്പാക്കാൻ വേണ്ടിയിട്ട് അവർ ഹറമിൽ തയ്യാറാകുന്നില്ല. ഹറമിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. എവിടേക്കാ കൊണ്ടുപോയിരുന്ന ചരിത്രം പറയുന്നുണ്ട്. ഹറമിൽ നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ ആദ്യമായി കിട്ടുന്ന ബോർഡറാണ് തൻഈം. അവിടെയാണ് ആയിഷ മസ്ജിദ് എന്ന പേരിൽ ഇന്നും ഒരു പള്ളി നിലകൊള്ളുന്നുണ്ട്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ അവർക്ക് ഉംറ ചെയ്യാൻ അവസരം കിട്ടാതായപ്പോ രണ്ടാമത് തിരികെ വന്നുകൊണ്ട് ഹറമിന്റെ പുറത്ത് വന്നിട്ട് ഇഹ്റാം ചെയ്ത് തിരിച്ചുപോയ സ്ഥലമാണ് തൻഈം. അതുകൊണ്ട് ആ സ്ഥലത്ത് നിന്നൊരു പള്ളിയുണ്ട്, ആയിഷ മസ്ജിദ് എന്നാണ് അറിയപ്പെടുന്നത്. ആളുകളൊക്കെ 2, 3, 4 ഒക്കെ ഉംറ ചെയ്യാൻ വേണ്ടി തൻഈമിലേക്കാണ് പോവുക.
തന്നീമിലേക്ക് 5 റിയാൽ 10 റിയാൽ ഉംറ എന്ന് പറഞ്ഞിട്ട് ടാക്സിക്കാർ വിളിക്കും. അപ്പൊ ആളുകള് ഉംറക്കൊക്കെ പോയാല് സാന്ദർഭികമായിട്ട് ഉണർത്തേണ്, ഉംറക്കൊക്കെ പോയാൽ പല ആളുകളും പറയും ഞാൻ 10 ഉംറ ചെയ്തു, ഞാൻ 15 ഉംറ ചെയ്തു, ഞാൻ 20 ഉംറ ചെയ്തു എന്നൊക്കെ പറയും. എന്താ പറയുന്നത്? ശരിക്കുള്ള ആദ്യ യാത്രയിലുള്ള ഉംറയാണ് കഴിഞ്ഞാൽ പിന്നെ ആളുകള് ടാക്സിക്ക് പോവാണ്, തന്നീമിലേക്ക് പോകും, ഹറമിന്റെ പുറത്ത് പോകും, വീണ്ടും ഇഹ്റാം ചെയ്ത് വരും, പിന്നെയും ഉംറയും, പിന്നെയും പോകും, പിന്നെയും വരും, പിന്നെയും പോകും, പിന്നെയും വരും. ഇങ്ങനൊരു ഉംറ ഇസ്ലാമിലില്ല. അത് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. ഒരു യാത്രയിൽ പല ഉംറ ഇല്ല. നമ്മളൊരു മീഖാത്ത് മുറിച്ചു കടക്കേണ്ടുന്ന ഒരു ആവശ്യം വരുന്ന ഘട്ടത്തിലാണെങ്കിൽ, ഉദാഹരണം മക്കയിൽ പോയി ഒരാള് ഉംറ ചെയ്തു, അവിടെ നിന്ന് അയാൾ മദീനയിലേക്ക് പോകുന്നു, മദീനയിൽ നിന്ന് തിരികെ വീണ്ടും മക്കയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ മദീനയുടെയും മക്കയുടെയും ഇടക്ക് ബിർ അലി എന്ന പേരുള്ള പ്രത്യേകമായ ഒരു സ്ഥലമുണ്ട്. അവിടെ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കാം, അവിടെ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കാം. അതല്ലാതെ ഉംറ ചെയ്യാനായിട്ട് ഹറമെന്ന് പുറത്തേക്ക് പോവുക, ഒരു പിന്നെയും വരിക എന്നിങ്ങനെയുള്ളൊരു സമ്പ്രദായം ഇല്ല. ചരിത്രം പറയുമ്പോൾ സംഭവം കുറെ ദീർഘിച്ചു പോകും. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഉംറ ചെയ്യാൻ കഴിയാതായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി നബിയും സഹാബത്തൊക്കെ ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്തു. എല്ലാവരും ഉംറ ചെയ്തു, ഉമ്മാക്ക് ഉംറ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അവർക്ക് മെൻസസ് ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് വല്ലാത്ത വിഷമായി. എല്ലാവരും ഉംറ ചെയ്തല്ലോ, എനിക്ക് ഉംറ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ ആങ്ങളയായ അബ്ദുറഹ്മാന്റെ കൂടെ ഹറമെന്ന് പുറത്തേക്ക് പോയിട്ട് ഇഹ്റാം ചെയ്ത് തിരിച്ചു വന്ന് ഉംറ ചെയ്തോളൂ എന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നബി തങ്ങൾ അനുവാദം കൊടുത്തു. കൂട്ടിന് പോയത് ആങ്ങളയായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവാണ്. അങ്ങനെ അവർ രണ്ടാളും കൂടി ഹറമെന്ന് പുറത്തേക്ക് പോയിട്ട് നമ്മുടെ ഉമ്മ ഇഹ്റാം ചെയ്ത് ഇങ്ങോട്ട് വന്ന് വീണ്ടും ഉംറ ചെയ്തു. കൂടെ പോയ ആങ്ങള അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ഇഹ്റാം ചെയ്യാതെ ഇങ്ങോട്ട് വന്നത്. അപ്പൊ അങ്ങനെ പുറത്തു പോയിട്ട് ഉംറക്കായിട്ടൊരു പുറത്തു പോകലുണ്ടെങ്കിൽ മഹാനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ഉംറ ചെയ്യുമായിരുന്നു. അദ്ദേഹം ചെയ്തില്ല. ചെയ്യാത്ത ആയിഷ ബീവിക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. മാത്രല്ല അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോടൊന്നും പറഞ്ഞില്ല, ഏതായാലും നിങ്ങളുടെ ഉമ്മാക്ക് ഉംറ ചെയ്യണം, അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യല്ലേ, പോകേണ്ടവരൊക്കെ പൊയ്ക്കോളി, ഏതായാലും നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്, പോകേണ്ടവരൊക്കെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് പ്രവാചകൻ ഒരു അനുവാദം കൊടുത്ത ചരിത്രമില്ല, അവരാരും പോയ ചരിത്രമില്ല. ശരി, സാന്ദർഭിക അത് വേറൊരു വിഷയമാണ്, സാന്ദർഭികമായിട്ട് ഉണർത്തിയെന്ന് മാത്രം. ഏതായാലും ഹറമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. തൻഈം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ കൊലമരം ഒരുങ്ങിക്കഴിഞ്ഞു. കുരിശിൽ തറച്ച് അതിന്മേൽ കയറ്റി കൊല്ലുവാനാണ് അവരുടെ പ്ലാൻ. മഹാനവറുകൾ ആവശ്യപ്പെട്ടിരുന്നല്ലോ. അതേ, എന്താണ് ആവശ്യപ്പെട്ടിരുന്നത്? കൊല്ലുന്ന സമയത്തിന്റെ മുമ്പ് നിങ്ങൾ എന്നോട് പറയണേ. അതേ, കൊലമരത്തിന്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തി. തൻഈം എന്ന് പറയുന്ന ആ സ്ഥലത്തെത്തിയപ്പോൾ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, കൊല്ലുകയാണ് നിന്നെ. ആ സമയത്ത് ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ദഊനി ഉസല്ലി, എനിക്കൊന്ന് നിസ്കരിക്കാൻ അനുവാദം തരണം. മഹാനവറുകളാ ഫസല്ലാ റകഅതൈനി, 2 റകഅത്ത് വളരെ പെട്ടെന്ന് നിസ്കരിച്ച് സലാം വീട്ടുകയാണ്. ഖാല ലിൽ കുഫാരി, എന്നിട്ട് കാഫിറുകളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഓ കാഫിറുകളെ, ലൗലാ അന്നകും തദുന്നൂന അന്നി അഖ്ശൽ മൗത ലസിത്തു, അതേ ഖുബൈബിന് മരണം പേടിയാണെന്ന് നിങ്ങൾ പറയില്ലായിരുന്നെങ്കിൽ, ഖുബൈബിന് മരിക്കാൻ പേടിയാണെന്ന് നിങ്ങൾ വിചാരിക്കുകയില്ലായിരുന്നുവെങ്കിൽ, ലസിത്തു, ഞാൻ 2 റകഅത്ത് ഇനിയും നിസ്കരിക്കുമായിരുന്നു, ഞാൻ ഇനിയും ദീർഘമാക്കി നമസ്കാരം നിർവഹിക്കുമായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം സലാം വീട്ടാണ്, നിസ്കാരം ദീർഘിപ്പിക്കുന്നില്ല, കൂടുതൽ റകഅത്ത് നിസ്കരിക്കുന്നില്ല. അദ്ദേഹം കാരണം പറഞ്ഞത്, നിങ്ങൾ പറയും ഖുബൈബ് നിസ്കാരത്തിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അത്രയും സമയമെങ്കിലും ദുന്യാവിൽ ജീവിക്കാലോചിച്ചിട്ട് നിസ്കരിക്കുകയാണ് ഇപ്പോ എന്ന് നിങ്ങൾ എന്നെ കുറിച്ച് വിചാരിക്കുകയില്ലായിരുന്നുവെങ്കിൽ, മരണത്തെ ഹുബൈബിന് പേടിയാണ്, അള്ളാന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നത് ഹുബൈബിന് പേടിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നത് കൊണ്ട് ഞാനിതാ ഇനി നിസ്കരിക്കുന്നില്ല. പിന്നീട് മഹാനവറുകൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ അഹ്സിഹിം മദദാ വഖ്തുൽഹും ബദദാ വലാ തുബ്ഖി മിൻഹും അഹദാ. ശത്രുക്കൾക്കെതിരെ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ ഇവരെ എണ്ണം കണക്കാക്കി നീ പിടിക്കുക, വേറൊരുത്തരും വേറെ കൊന്ന് നശിപ്പിക്കറമ്പേ, ഒരാളെയും വിടരുത്. മഹാനവറുകൾ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം, അദ്ദേഹം സങ്കടപ്പെടുന്നുണ്ട്.
അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി ലആജിദു മൻ യുബല്ലിഗു റസൂലക മിന്നി അസ്സലാം. അല്ലാഹുവേ എന്റെ റസൂലിന്, നിന്റെ റസൂലിന് എന്നിൽ നിന്നുള്ള സലാം എത്തിക്കാൻ ഒരാളും ഇവിടെ ഇല്ലല്ലോ. അവസാനമായി എന്റെ നേതാവിനോട് സലാം പറയാൻ, ആ സലാം കൊടുത്തേക്കാൻ പറ്റിയ ഒരാളെയും ഞാൻ കാണുന്നില്ലല്ലോ. ഫബല്ലിഗ്ഹു റബ്ബേ, എന്റെ സലാം നബി തങ്ങൾക്ക് എത്തിക്കണേ. ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യാണ്. അങ്ങനെ മഹാനവറുകൾ കൊലമരത്തിലേക്കാണ് ഏറുന്ന നേരത്ത് ആ മനസ്സിന്റെ ഒരു ധൈര്യം നോക്കണം. അപ്പൊ സമയത്ത് ആർക്കെങ്കിലും ഒക്കെ കവിത വരുമോ? ആ സമയത്ത് എന്തെങ്കിലും പറയാൻ നാവ് വരുമോ? ആ സമയത്ത് മഹാനവറുകളതാ രണ്ട് വരികൾ ചൊല്ലുകയാണ്. സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. വലസ്തു ബാലി ഹീന ഉഖ്താലു മുസ്ലിമാ അലാ അയ് ജംബിൻ കാന ഫില്ലാഹി മസ്റഇ വദാലിക ഫീ ദാത്തിൽ ഇലാഹി വഇൻ യശഅ യുബാരിക് അലാ ഔസാലി ശിൽവിൻ മുമസ്സഇ. മഹാനവറുകൾ രണ്ട് കവിതാശകലം. എന്താ പറയുന്ന അർത്ഥം എന്നറിയോ? അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ കൊല്ലപ്പെടുകയാണെങ്കിൽ എനിക്ക് ഒന്നും പ്രശ്നമല്ല. ഞാൻ വധിക്കപ്പെടുകയാണല്ലോ, ഞാൻ കൊല്ലപ്പെടുകയാണല്ലോ, ഇനി ശേഷം എന്നെ എന്ത് ചെയ്യും എന്ന് എനിക്ക് പ്രശ്നമല്ല. എന്തെന്നെ ചെയ്താലും അതല്ലല്ലോ പ്രശ്നം. ഞാൻ മുസ്ലിമായി മരിക്കുകയാണെങ്കിൽ പിന്നെ എനിക്കൊന്നും പ്രശ്നമല്ല. മുസ്ലിമല്ലാതെ മരിച്ചിട്ട് പിന്നെ എനിക്ക് എന്റെ ബോഡിയെ ആദരിച്ചിട്ട് എന്താ കാര്യം? മുസ്ലിമായിട്ട് ഞാൻ മരിക്കുകയാണെങ്കിൽ ഇനി ശേഷം എന്റെ ബോഡി അവരെന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമല്ലല്ലോ. അതുകൊണ്ട് മുസ്ലിമായി കൊണ്ട് ഞാൻ മരിക്കുന്നുവെങ്കിൽ, ഞാൻ കൊല്ലപ്പെടുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഏതു ഭാഗത്തേക്ക് മരിച്ചു വീണാലും എനിക്കത് പ്രശ്നമല്ല. മാത്രമല്ല, എന്റെ ഓരോ അവയവങ്ങളെയും, എന്റെ ഓരോ ശരീരത്തിന്റെ ഭാഗങ്ങളെയും കൊത്തിയരിഞ്ഞ് കഷ്ണമാക്കിക്കൊണ്ടവർ വികൃതമാക്കിയാലും ഓരോ കഷ്ണങ്ങളിലും ഓരോ ഭാഗങ്ങളിലും പടച്ച റബ്ബിന്റെ ബറക്കത്തിറങ്ങും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെനിക്ക് കിട്ടിയാ മതി എന്നും പറഞ്ഞ് മഹാനവറുകൾ അതേ കഴുമരത്തിലേക്ക് അദ്ദേഹത്തെ തറക്കിയാണ്. അദ്ദേഹത്തെ ഉഖബത്ത് ബിനുൽ ഹാരിസ് ആണ് കൊന്നത്. അതെ, അദ്ദേഹം ബദറിൽ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈകളാൽ വധിക്കപ്പെട്ട ഹാരിസിന്റെ മകൻ ഉഖബത്ത് തന്നെ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൊലമരത്തിൽ അടിച്ച് കൊല്ലുകയാണ്. ഖുബൈബ് റളിയല്ലാഹു അൻഹുവാണ് ഇസ്ലാമിക ചരിത്രത്തിൽ വധശിക്ഷ നടപ്പിലാക്കുന്നതിന്റെ മുമ്പ് അഥവാ കൊല്ലുന്നതിന്റെ മുമ്പ് അവസാനമായി 2 റക്അത്ത് നിസ്കരിക്കുക എന്ന ഒരു ചര്യ മഹാനവറുകളാണ് നടപ്പിലാക്കിയത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതറിഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ അതിന് അംഗീകാരം കൊടുത്തു. അതൊക്കെ പണ്ഡിതന്മാർ ഇതിന്റെ വിശദീകരണത്തിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവത്തിൽ, ആസിം റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവത്തിൽ ഒരു പറയുന്നുണ്ട്, അല്ലാഹുവേ ഞങ്ങളെ കുറിച്ചുള്ള വിവരം നിന്റെ നബിക്ക് അറിയിച്ചു കൊടുക്കണേ. രണ്ടാമത്തെ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹ് നിന്റെ നബിക്ക് എന്റെ അവസാനത്തെ വരെ സലാം എത്തിക്കാൻ ഒരാളെയും ഞാൻ കാണുന്നില്ലല്ലോ. ഫബല്ലിഗ്ഹു, നബിക്ക് എന്റെ സലാം എത്തിക്കണേ. ഈ 2 സംഭവങ്ങളിൽ നിന്നും നമ്മൾ എന്ത് മനസ്സിലാക്കണം? സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് സ്വഹാബത്തിന്റെ വിശ്വാസം എന്തായിരുന്നു? അള്ളാന്റെ റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും സ്വഹാബത്തിന് നബി തങ്ങളെ കുറിച്ചുള്ള വിശ്വാസം എന്താണ്? എവിടെ നിന്ന് വിളിച്ചാലും അള്ളാന്റെ റസൂല് കേൾക്കുമെന്നാണോ? ഞങ്ങൾ എവിടെയാണെങ്കിലും അള്ളാന്റെ റസൂലിന് ഞങ്ങളെ കാണാൻ കഴിവുണ്ടെന്നാണോ? എല്ലാം കേൾക്കുവാൻ കഴിവുണ്ട്, എല്ലാം കാണുവാൻ കഴിവുള്ള പ്രത്യേകമായി കഴിവ് നൽകപ്പെട്ട വ്യക്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്ത് വിശ്വസിച്ചിട്ടില്ല. ഇന്നിപ്പോ അങ്ങനെയുള്ള പറയുന്നത്. ഇന്ന് പറയുന്നത് ബഗ്ദാദിൽ കിടക്കുന്ന മുഹീദ്ദീൻ ശൈഖ് മുരീദന്മാരെ എല്ലാം കാണുകയാണ്, കേൾക്കുകയാണ്, മനസ്സിലെ വികാരങ്ങൾ വരെ അറിയുകയാണ്. അതേ അവസരത്തിൽ ഇവിടെ മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു ആ 10ഓളം വരുന്ന സഹാബികൾ സംഭവിച്ചിട്ടുള്ള അപകടഘട്ടം നബി തങ്ങൾ അറിഞ്ഞിട്ടില്ല. അല്ലാഹുവോടാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്ത് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ അഖ്ബിർ അന്നാ നബിയക, നിന്റെ നബിയോട് ഞങ്ങൾ ഈ പറ്റിയിട്ടുള്ള ആപത്തിനെ കുറിച്ച് നീ വിവരം കൊടുക്കണേ അല്ലാഹ്.
അള്ളാഹിനോട് ഹുബൈബ് റളിയല്ലാഹു അൻഹു, ആസിം റളിയല്ലാഹു അൻഹു ഒക്കെ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ അവർക്ക് അവിടെ വെച്ച അപകടഘട്ടത്തിൽ വിളിച്ചാൽ മതി. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിതാ ഇവിടെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു, ഞങ്ങളെ ഇതാ കൊല്ലാൻ പോകുന്നു നബിയേ, ഞങ്ങളെ രക്ഷിക്കണേ എന്ന് അവരങ്ങോട്ട് പറഞ്ഞാൽ മതി. അവര് വിളിച്ചോ? എന്തേ വിളിക്കാഞ്ഞത്? അവർക്ക് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തിൽ വിശ്വാസല്ലേ? അള്ളാഹിന്റെ റസൂലിന്റെ കാര്യത്തിൽ അവർക്ക് വിശ്വാസല്ലേ? നബിതങ്ങളോട് അവർക്ക് സ്നേഹല്ലേ? ബഹുമാനമില്ലേ? ഉണ്ട്. എന്നിട്ടും എന്തേ അവര് അള്ളാഹുവിന്റെ റസൂലേ, ഇതാ ഞങ്ങൾ അപകടത്തിലാണ്, ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറയാതിരുന്നത്? മാരക്കാരൻ പരിചയപ്പെടുത്തുന്നത്, വല്ലേ നീലത്തീന്നും എന്നെ വീളിപ്പോർക്ക് വായികൂടാ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ. ആരെങ്കിലും അപകടത്തിൽപ്പെട്ട് എന്നെ വിളിച്ചാൽ ഉടനെ ഞാൻ അവന്റെ പറഞ്ഞോന്റെ വായ കൂടുന്നതിന് മുമ്പ് ഞാൻ ഉത്തരം കൊടുക്കുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സ്വഹാബത്ത് വിശ്വസിച്ചോ? പലരും, പല സൂഫികളും അവരുടെ ആളുകളെ പഠിപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിൽ അപകടത്തിൽപ്പെട്ട് ഞങ്ങളെ വിളിച്ചാലും, നിങ്ങൾ ആര് വന്ന് നിങ്ങളെ ആക്രമിക്കാൻ വന്നാലും ഞങ്ങളെ വിളിച്ചോളൂ, ഞങ്ങൾ സഹായത്തിനെത്തും എന്നാണ് ഇസ്ലാമിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ കുറിച്ച് സഹാബത്ത് അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവേ, ഞങ്ങളെ കുറിച്ച് നിന്റെ നബിക്ക് നീ വിവരം കൊടുക്കണം, ഇതറിയിക്കാൻ ഞങ്ങൾക്ക് വഴിയില്ല. ഇവിടുന്ന് വിളിച്ചാൽ അള്ളാന്റെ റസൂല് കേൾക്കൂല, ഞങ്ങൾക്ക് വിളിച്ചു പറയാന്ന് വൃത്തിയില്ല. സലാം പറയേണ്ട ഘട്ടത്തിൽ വരെ പറയുന്നത്, അള്ളാഹ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അവസാനം ഒരു സലാം പറയാൻ അള്ളാഹുവേ നീ അത് എത്തിച്ചു കൊടുക്കണേ, ആരെയും ഞങ്ങൾ കാണുന്നില്ലല്ലോ. സുഹൃത്തുക്കളെ, വളരെ ദയനീയമായ രംഗം. പല കാര്യങ്ങളും ഇതിനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാനും പറയാനും ഒക്കെ ഉണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ദീനിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്ത മഹത്തുക്കൾ നടന്ന വഴിത്താരയിലൂടെ എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ ചെയ്യുവാനുള്ള സന്മനസ്സും തൗഫീഖും നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ദീനിന് വേണ്ടി നമ്മളൊന്നും ഒന്നും സഹിക്കുന്നില്ല. അള്ളാന്റെ ഈ ആദർശം എത്തിച്ചു കൊടുക്കാൻ ഒന്നും ചെയ്യാതെ നമ്മുടെ ജോലി, നമ്മുടെ പ്രവർത്തനങ്ങൾ എന്നത് മാത്രം ശ്രദ്ധിച്ച് അള്ളാഹുവിന്റെ ഈ ദീനിന്റെ മാർഗത്തിൽ നമ്മൾ വളരെയേറെ സഹിക്കുകയും വളരെയേറെ ബുദ്ധിമുട്ടുകയും ഒന്നും നമുക്ക് ചെയ്യാനില്ല. എന്നാൽ ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളിൽ പോലും നമ്മൾ അലസന്മാരായി മാറുകയാണ്. പരിശുദ്ധ ഖുർആൻ പഠിച്ച മഹാന്മാരായ ആളുകളായിരുന്നു ഇവർ. നമ്മൾ മനസ്സിലാക്കണം, ഖുർആൻ പഠിക്കാനുള്ള സംരംഭങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായിട്ട് പോലും നമ്മളൊന്ന് പഠിക്കാത്ത ആളുകളാണ്. പരിശുദ്ധ ഖുർആൻ പഠിക്കണം, സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. ഖുർആൻ പഠിക്കണം, അതിന്റെ അർത്ഥവും ആശയവും ഒക്കെ പഠിക്കണം. 10 മിനിറ്റ് നിങ്ങൾക്ക് കാർ ഓടി സഞ്ചരിച്ചാൽ അജ്മാനിലെ ഇസ്ലാഹി സെന്ററിൽ പോയാൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചുകൊണ്ട് ഖുർആനിന്റെ അർത്ഥസഹിതം പഠിക്കുവാനും പഠിപ്പിക്കുന്ന വേദികളുണ്ട്. സുഹൃത്തുക്കളെ, അറിയാത്തവരുടെ മുമ്പിൽ അത് നിർദ്ദേശം വെക്കുകയാണ്. നിങ്ങൾ പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം, പകർത്തണം. അല്ലാഹുവിന്റെ ദീനിനെ പറ്റി അറിയണം. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് അമൽ ചെയ്ത് ഈ ദീനിന് വേണ്ടി ഒരുപാട് ചോര കൊടുത്ത് ഈ ലോകത്തോട് വിടർന്ന മഹാന്മാരോട് സ്നേഹമുണ്ടെങ്കിൽ ഈ ദീനിനെ കുറിച്ച് മനസ്സിലാക്കി ഇത് മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകളിലേക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ വകയായും എത്തിച്ചു കൊടുക്കുവാനുള്ള സംരംഭങ്ങളിൽ ഭാഗവാക്കാകണേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നന്മയുടെ കാര്യങ്ങളിൽ സഹകരിക്കുന്ന നല്ലവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ തിന്മകളോടും സമ്പൂർണ്ണമായി വിട പറഞ്ഞുകൊണ്ട് ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്ക് തുണ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ളവരുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. ഈമാനോടുകൂടിയുള്ള അന്ത്യം റബ്ബ് സുബ്ഹാനഹു നമുക്കെല്ലാം വിധിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.